ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെയിം മാജിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കാറ് നമുക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് ബെന്നിയുടെ ഗ്യാരേജിൽ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ നമ്മൊരു ഗ്യാരേജ് തുടങ്ങാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്, നമ്മളും ലെസ്റ്ററും കൂടി. അപ്പോൾ ലെസ്റ്റർ പുറത്തുനിന്ന് കാറുകൾ ഇമ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ലെസ്റ്ററിന് പിന്നെ പുറത്തൊക്കെ ഭയങ്കര പിടിപാടുള്ളതുകൊണ്ട് ലെസ്റ്റർ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്കിപ്പോൾ ബെന്നിയുടെ ഗ്യാരേജിൽ പോവാം. ബെന്നിയുടെ ഗ്യാരേജിൽ പോയിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ ഗൈസ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട് കേട്ടോ, സെയിം മാജിക്സ് എന്ന് പറഞ്ഞാൽ, അതെല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ ഗൈസ്. ലെസ്റ്റർ ഇന്നൊരു വണ്ടി ഇമ്പോർട്ട് ചെയ്ത് ഇവിടേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലെസ്റ്ററിനെ വിളിച്ചു നോക്കാം. ആദ്യം നമുക്ക് ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോകാനായിട്ട് മാപ്പ് ഇടാം കേട്ടോ ഗൈസ്. അത്രയ്ക്ക് അങ്ങോട്ട് വഴി അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ് മാപ്പ് ഇട്ടു കേട്ടോ, നമ്മൾ ബെന്നിയുടെ ഗ്യാരേജിലേക്കുള്ള മാപ്പ് ഇട്ടു. നമുക്കപ്പോൾ അങ്ങോട്ട് വേഗം പോവാം. അധികം ലാഗാക്കണില്ല. നമ്മുടെ ഗ്യാരേജിലേക്കുള്ള എല്ലാ കാറും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ലെസ്റ്റർ നോക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ലെസ്റ്ററും നമ്മളൊക്കെ കൂടിയാണ് ആ ഗ്യാരേജ് തുടങ്ങാൻ പോണത്. അപ്പോൾ ബെന്നിയുടെ ഗ്യാരേജിൻ്റെ അവിടെ എത്താറായിട്ടോ, കുറച്ചും കൂടി ഉള്ള ദൂരം. ബെന്നിയുടെ ഗ്യാരേജിക്ക് ഈ വഴിയാണ് പോകേണ്ടത്, കറങ്ങിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് എത്തിയിട്ട് ഇതാണ് ബെന്നിയുടെ ഗ്യാരേജ്. ഇവിടെ കയറി നമ്മുടെ വണ്ടി ഒന്ന് പണിഞ്ഞെടുക്കാം, സെറ്റ് ലുക്കാക്കാം. ഓ ഗായ്സ്, അപ്പോൾ നമ്മളെ കാർ ഇറങ്ങിയിട്ടോ, പൊളി സാധനം. ബ്ലാക്ക് കളറാക്കിയിട്ട് നമ്മുടെ കാറ് വീലൊക്കെ മാറ്റി സ്പോയിലറൊക്കെ വെച്ചു കേട്ടോ, കണ്ട സാധനമായി. നമുക്കപ്പോൾ പോവാം. നമുക്ക് മറ്റേ ലെസ്റ്ററിനൊന്ന് വിളിക്കണം കേട്ടോ. നമുക്ക് ലെസ്റ്ററിനൊന്ന് വിളിച്ചു നോക്കാം. ലെസ്റ്റർ മറ്റേ കാർ ഇന്ന് വരുന്ന പറഞ്ഞേ. ലെസ്റ്ററിൻ്റെ ഒന്ന് വിളിച്ചു നോക്കാം, കാറോടെ ഇടാം. ലെസ്റ്ററിനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഗൈസ് ലെസ്റ്റർ പറഞ്ഞത് നമ്മുടെ കാർ അവിടെ ഒരു ഗ്യാങ് പിടിച്ചിട്ട് വന്നാണ് എയർപോർട്ടിൽ. അപ്പോൾ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കണതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിട്ട് വന്നു. ആ ഗ്യാങ്ങിന് മിലിറ്ററിക്കാരായിട്ടൊക്കെ ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം വിവരങ്ങൾ അറിയില്ല. അത് മറ്റേ എയർപോർട്ടിൻ്റെ അവിടെ ലെസ്റ്റർ നിൽക്കുന്നുണ്ടെന്ന്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ ലെസ്റ്റർ പറഞ്ഞു തരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് എപ്പിക്കോട് എടുത്തോണ്ട് പോവാം. എയർപോർട്ടിൻ്റെ അവിടേക്ക് നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എയർപോർട്ടിൻ്റെ അടുത്ത് ലെസ്റ്റർ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ലെസ്റ്റർ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എവിടെയാന്നൊക്കെ. ലെസ്റ്റർ ഏതോ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ആ കാർ എടുത്തേക്കണേ. പക്ഷെ അത് ഏതൊരു ഗ്യാങ് പിടിച്ചു വെച്ചേക്കണം. നമുക്ക് പോയി എന്തായാലും എടുക്കണം. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. നമുക്കപ്പോൾ കത്തിച്ച് വിടാൻ അങ്ങോട്ട്. അപ്പോൾ ആ ഗ്യാങ്ങിന് നല്ലോണം മിലിറ്ററിക്കാരായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അവർ എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റ് നിർത്തിയിട്ട് അത് എടുത്തത്. എങ്ങനെയൊക്കെ പോയാൽ എടുക്കാം.
കുറച്ച് കറങ്ങണം കേട്ടോ കിടന്ന്. ഇതിൻ്റെ അടിക്കോടെയാണ് പോകേണ്ടത്. ഇതൊരു ബ്രിഡ്ജാണ്, അതിൻ്റെ അടിക്കോടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഈ വഴി പോകാൻ പറ്റില്ല. അടിക്ക് ഇറങ്ങണം. അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ലെസ്റ്റർ ഇവിടെ എവിടെയുണ്ട്? ആ വെള്ള സാധനത്തിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞേക്കണം. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, വണ്ടികൾ നല്ല നല്ല വണ്ടികളുടെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ലെസ്റ്റർ. അപ്പോൾ ഗൈസ് നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ലെസ്റ്റർ ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ലെസ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ഗൈസിലെ ലെസ്റ്റർ നിൽക്കണം. ലെസ്റ്റർ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇന്ന് ഇട്ടേക്കണേ. അപ്പോൾ ഗൈസ് ലെസ്റ്റർ പറഞ്ഞു എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കാറ് കിടക്കണേ. അവിടെ കുറേ ബോഡി ഗാർഡ് ഉണ്ട്, അവരെ സൂക്ഷിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് മെയിൻ വഴി പോകാൻ പറ്റില്ല. നമുക്ക് വേറെ ഏതെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വഴി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. മെയിൻ വഴി കുറേ ഗാർഡ്സ് ഉണ്ടാവും. നമുക്കപ്പോൾ വേറെ ഏതെങ്കിലും വഴിയൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ കിടക്കുന്നുണ്ടായി, നോക്കാം. എന്നിട്ട് എടുത്തിട്ട് പോവാം കേട്ടോ. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്, അടുത്തിട്ട് നമുക്ക് പോവാം. മെയിൻ വഴി അല്ലാണ്ട് വേറെ വല്ല വഴി ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കണം. ഈ വഴി കടക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഈ വഴി നമുക്കപ്പോൾ ഈ വഴി കടക്കാം. കുഴപ്പമുണ്ടെങ്കിൽ ഉണ്ടാവോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ കാറ്. നമുക്ക് നോക്കി എടുക്കണം എന്തായാലും. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ ഇറങ്ങി നടന്ന് നോക്കേണ്ടി വരും. ഇവിടെ എവിടെയാണെന്ന് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. എയർപോർട്ടിൻ്റെ ഉള്ളിലാണെന്ന് മാത്രമേ അറിയുള്ളൂ. നോക്കേണ്ടി വരും എവിടെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ വഴി പോയി നോക്കി. ആ വഴിയല്ല എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്, വേറെ ഏതോ വഴിയാണ്. നമ്മളിപ്പോൾ ആ വഴി പോയപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വഴി കയറാം. ഇതല്ല കേട്ടോ, ഈ വഴിക്കൊക്കെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കറങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടാ. കുറച്ച് പാടി വിട്ട് ഓടിക്ക് എത്താൻ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എവിടെയാണ് നോക്കണം. കാർ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് അങ്ങോട്ട് പോവാം. അവിടെ എവിടെയും കാണാനില്ല കേട്ടോ ഗൈസ്. അപ്പുറത്തെ സൈഡിലാവുകൊണ്ട് നമുക്ക് അവിടേക്ക് ഓടി തന്നെ പോകണം. കുറേ ഓർഡറുണ്ട് ഗൈസ് അങ്ങോട്ട്. ഓടി ഫ്രാങ്ക്ലിൻ ചാവും. അപ്പോൾ ഗൈസ് അവരൊന്നും കാണാനില്ല കേട്ടോ. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് സ്നൈപ്പർ വെച്ച്. ഓ ഗൈസ് ദേ അവിടെ ഒരു കാർ കിടക്കുന്നുണ്ട്. ഒരു പെഡ കാർ കിടക്കുന്നുണ്ട്. അതിന് ചുറ്റും നിറച്ച് ഗാർഡ്സ് ഉണ്ട് കേട്ടോ. ദേ ഭാഗ്യമുണ്ട് നമ്മളെ കാണാഞ്ഞത്. ഒരു പെഡ ലംബോർഗിനിയാന്ന് തോന്നിട്ട്, ഒരു നീല കളറ്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അങ്ങോട്ട് സൂം ചെയ്ത് നോക്കാം. അവിടെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ബോഡി ഗാർഡ്സ്. ഓ ഗായ്സ് കുറേ പേരുണ്ട് കേട്ടോ ഗായ്സ്. ഓ ഒരു നീല ലംബോർഗിനി. അവിടെ കുറേ പേരുണ്ട് കേട്ടോ ഗായ്സ്. ഭാഗ്യമുണ്ട് നമ്മളെ സ്പോട്ട് ചെയ്യാണ്ടിരുന്നത്. ഗായ്സ് നമുക്ക് പതുക്കെ അറ്റാക്ക് ചെയ്ത് തുടങ്ങാം. ഓ കൊണ്ടില്ല ഗായ്സ്. ആ കൊണ്ട് ഗായ്സ്.
ഒരാൾ ഡൗണായി. രണ്ടാമത്തെ ആള് കൊള്ളണില്ല കേട്ടോ ഗൈസ്. രണ്ടാമത്തെ ആളും ഡൗണായി. ഗൈസ് അവിടെ വെടിവെപ്പ് തുടങ്ങിട്ടോ. ഒരാൾ നമ്മൾ സ്പോട്ട് ചെയ്തു, ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടില്ല. ഒരാളും കൂടി ഡൗൺ ആക്കി. നമുക്ക് പതുക്കെ അടി തുടങ്ങാം കേട്ടോ ഗൈസ്. ഗൈസ് നമുക്ക് നല്ല അടി കിട്ടുന്നുണ്ട് ഗൈസ്. അവർ കുറേ പേരുണ്ട്, നമ്മ ഒരാളുള്ളൂ. ഗൈസ് ദേ നിൽക്കണേ. ഒരാൾ ഗൈസ് അയാളെ കൊന്നിട്ടാ നീക്കണ്. അവൻ ചത്തില്ല കേട്ടോ. ബാക്കിലൊക്കെ അവിടെ ആൾക്കാരുണ്ട്. നല്ല അടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ കവർ എടുത്തിട്ട് അടിക്കാം. നല്ല അടിയിട്ടുണ്ട് കേട്ടോ അവരുടെ. കുറച്ച് പേരോട് 2 പേരും കൂടെ ഉള്ളൂ. എല്ലാവരും ചെത്തി ഗൈസ്. പതുക്കെ അങ്ങോട്ട് പോവാം. വേറെ സ്ഥലത്തൊന്നും ആൾക്കാരെ കാണാനില്ല. എല്ലാവരും ഡൗൺ ആയിരുന്നതുകൊണ്ട് എല്ലാവരും പോയി ഗൈസ്. ആരും കാണാനില്ല കേട്ടോ ഗൈസ്. നോക്കാം നമുക്കൊന്ന്. എല്ലാവരും ഡൗൺ ആയിട്ടാ. പോയി കാറ് വേഗം എടുക്കാം. കാറ് വേഗം എടുത്തിട്ട് ലെസ്റ്ററിനെ കാണാൻ പോവാ കേട്ടോ. കാറിൻ്റെ ചില്ലുമൊക്കെ വെടി കിട്ടിയെന്ന് കൊണ്ടിട്ട് ഗൈസ്. ഗൈസ് പുള്ളി കാറിട്ടെ ഗൈസ്. ലംബോർഗിനി നല്ല സ്പീഡിട്ട് ഗൈസ്. അമ്മേ പൊട്ടണക്ക് താനം ഏതാല്ലേ. ഡ്രിഫ്റ്റിനൊക്കെ പെട്ട കാറുണ്ടത്. തീയൊക്കെ വരുന്നൊക്കെയാ ഏതാ സാധനം. ഞങ്ങൾക്കൊക്കെ പതുക്കെ ഒരു ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകട്ടെ നമുക്ക്. ഇവിടെ വല്ല സീനുണ്ടാണോ തുറന്നു കേട്ടോ ഗൈസ്. അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഇടിച്ച് തകർക്കേണ്ടി വന്നു. ഒരു തുറന്നൊന്നുമില്ല. ഗൈസ് ലെസ്റ്റർ ഇവിടെ മറ്റേ വെള്ളക്കോട്ടയുടെ അടുത്തത് നിൽക്കാന്ന് പറഞ്ഞാൽ. ഭാഗ്യണ്ട് ഗൈസ്. ജസ്റ്റ് വെള്ളക്കോട്ട എവിടെയാണാവോ. വെള്ളക്കോട്ട കാണാനില്ല കേട്ടോ ഗൈസ്. ഗൈസ് ഇടിച്ചിട്ടോ. എനിക്ക് കൊണ്ടുവന്നുള്ളൂ. അപ്പേക്ക് കിട്ടി. ഗൈസ് എനിക്ക് കൊണ്ടുവന്നതിലേക്ക് ഇടിച്ചു. അപ്പൊ നമ്മുടെ വെള്ളക്കോട്ട ഇതുണ്ടാ. ഇവിടെയാണ് മറ്റേ ലെസ്റ്റർ നിൽക്കണ്ടായത്. ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ഏതായാലും ഒരു നീല കളറ്. ഫുൾ നീല. അതിൻ്റെ ഡിസൈനൊക്കെ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ലെസ്റ്റർ ഇവിടെ നേരത്തെ നിൽക്കുന്നുണ്ടായി. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോവാം. ഗൈസ് ഇതേ ലെസ്റ്റർ നിൽക്കണ്. നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞു അത് നമ്മുടെ ഗ്യാരേജ്, നമ്മുടെ വീട്ടിലത്തെ ഗ്യാരേജിൽ കൊണ്ടിട്ടോളാൻ. അത് നമ്മുടെ മറ്റേ ഗ്യാരേജിലിടണ്ട, വല്ല സീലുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ ഗ്യാരേജിൽ കൊണ്ടിടാം. അവിടെ ഫ്രാങ്ക്ലിൻ്റെ മേത്തൊക്കെ നല്ലോണം വെടി കൊണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടിടാം. നമ്മുടെ വീട്ടിലത്തെ ഗ്യാരേജിൽ അത് കൊണ്ടിടാം കാറ്. ഗൈസ് അപ്പോൾ കാറ് നമ്മുടെ അവിടെ അടുത്തുണ്ട്. കാറിൽ കയറിയിട്ട് വേഗം വീട്ടിൽ പോവാം. എന്നിട്ട് ഗ്യാരേജിൽ കൊണ്ടുവരാം കേട്ടോ.
തന്നെയാണ് പോകാനുള്ളത്. നമ്മുടെ വീട്ടിൽ പോയിട്ട് ഗാരേജിൽ കൊണ്ടുപോയിട്ടിട്ട് കാർ പൊട്ടണൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വീടെത്താറായിട്ടാ. അമ്മ അങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ എത്തി. നമുക്ക് ഇനി അടുത്ത വീഡിയോസുമായിട്ട് മറ്റേ പുതിയ കാറുകളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് സെറ്റ് ഗ്യാരേജ് പണിത് നമ്മ ഗ്യാരേജിൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ കാർ കയറ്റിടാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം നമുക്ക്.